സാഗസ് നഗരത്തിൽ വിക്രമൻ എന്ന് പേരുള്ള ഒരു മീൻകാരൻ ഉണ്ടായിരുന്നു. ആ രാജ്യത്തിലെ ജനങ്ങളൊക്കെ അദ്ദേഹത്തോട് ഒരുപാട് സ്നേഹമായിരുന്നു. പിന്നെ സഹായത്തെക്കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹം എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ദിവസവും തന്റെ വീട്ടിലേക്ക് പാവപ്പെട്ടവരെ വരുത്തി അവർക്ക് ആഹാരം നൽകുമായിരുന്നു. ഇതാ, ഇന്ന് നിങ്ങൾ കഴിച്ചോളൂ. പക്ഷേ മോനെ, നീ എന്താ കഴിക്കുക? നിങ്ങൾ എന്നെ പറ്റി ഒന്നും വിഷമിക്കണ്ട, നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചോളൂ. ഇവിടെ നോക്കു മോനെ, നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നീ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, അത് എന്റെ കടമയാണ്. ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നത് അതൊരു ലോകധർമ്മമാണ്. എനിക്ക് ആ ഭാഗ്യം കിട്ടുന്നോണ്ട് അത് ചെയ്യുന്നത് വളരെ നല്ലതല്ലേ. ആരും വിഷപ്പോടെ ഞാൻ നിൽക്കാൻ വിടില്ല. പിന്നെ മറ്റൊരു വശത്ത് സാഗസ് നഗരത്തെ ചേർന്ന രാജാവ് അമർ സിംഗ് തന്റെ സേനാധ്യക്ഷനും തന്റെ സേനാധിപതിക്കും സമ്മാനങ്ങൾ ഒരുപാട് നൽകി. പിന്നെ രാജാവ് തന്റെ മന്ത്രിയായ ബാനുവിനോട് പറഞ്ഞു, ഈ രാജ്യത്തിൽ എന്നെക്കാട്ടും അധികം ദാനം ചെയ്യുന്നത് വേറെ ആരുമില്ല. ഈ രാജ്യം മുഴുവനും എവിടെ തപ്പിയാലും എന്നെക്കാട്ടും ദാനം ചെയ്യുന്നത് ഒരുത്തിനും കിട്ടില്ല. അതിന് ഒരു സാധ്യതയില്ല. ഒരു പക്ഷേ അതുപോലെ ഒരാളെ കിട്ടിയാൽ ഞാൻ അവന് ഇതുപോലെ പാതി രാജ്യം അങ്ങ് കൊടുത്തേക്കും. മഹാരാജാവേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ നടുക്കാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഒരുത്തനെ അറിയാം. അവൻ നമ്മുടെ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ അവന്റെ പേര് വിക്രമാണ്. അവരെന്തോ മത്സ്യത്തിന് തൊഴിലാണ് ചെയ്യുന്നത്. പക്ഷേ അവന്റെ മൊത്തം നല്ല കാര്യവും ഇവിടുത്തെ നാട്ടുകാരും രാജ്യമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? ഒരു പക്ഷേ അത് സത്യമാണെങ്കിൽ നമുക്ക് അവനെ പോയി കാണണം. പിന്നെ അവന് പരീക്ഷ വെക്കണം. എന്താ, നിങ്ങളും എന്റെ കൂടെ വരില്ലേ? മഹാരാജാവേ, നിങ്ങൾ ചോദിച്ചിട്ട് എന്നോട് എങ്ങനെ വരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുക? പക്ഷെ മഹാരാജാവേ, ഇങ്ങനെ തന്നെ നമ്മൾ പോയാൽ അവന് എല്ലാ കാര്യവും മനസ്സിലായിക്കോളും. അങ്ങനെ വെച്ചാൽ നമുക്ക് വേഷം മാറി അങ്ങ് പോയേക്കാം. രാജാവ് അമർ സിംഗ് പിന്നെ ബാനു രണ്ടുപേരും സാധാരണ ജനങ്ങളെ പോലെ വേഷമിട്ടുകൊണ്ട് വിക്രമിനെ കാണാനായി ചെന്നു. രാജാവും ബാനുവും ആ സ്ഥലത്തേക്ക് ചെന്നു ചേർന്നു. എന്നിട്ട് വിക്രമിനോട് പറഞ്ഞു, ഇവിടെ നോക്കുമോനെ, ഞങ്ങൾക്ക് കുറച്ച് സഹായം ചെയ്യാൻ പറ്റുമോ? ആ പറയൂ, നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ടത്? അത് പിന്നെ ഞങ്ങൾക്ക് ഈ നദിയുടെ ആ കരയ്ക്ക് പോണം. നീ നിന്റെ പടക് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവോ? എങ്ങനെ നോക്കിയാലും ഈ പടകിൽ അത്ര സ്ഥലമില്ലല്ലോ. പക്ഷെ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും നദീന്റെ ആ കരയ്ക്ക് കൊണ്ടുപോയേക്കാം. നിങ്ങളൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. വിക്രം രാജാവ് പിന്നെ ബാനുവിനെ രണ്ടുപേരെയും ആ നദി കടന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ബാനു വിക്രമിനോട് പറഞ്ഞു, വളരെ നന്ദിയുണ്ട് മോനെ. പിന്നെ ഭക്ഷണം കഴിക്കാൻ വല്ലതും ഭക്ഷണം കിട്ടിയാൽ സന്തോഷമായിട്ടുണ്ടാവും. നിങ്ങളൊന്നും വിഷമിക്കണ്ട. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരാം. ഞാൻ നല്ല ഭക്ഷണങ്ങൾക്ക് തരാം. വിക്രം രാജാവിനെയും ബാനുവിനെയും തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ആഹാരം പാചകം ചെയ്ത് അവർ രണ്ടുപേർക്കും നൽകി. വിക്രം, നിങ്ങളും ഞങ്ങളുടെ കൂടെ ചേർന്ന് കഴിച്ചോടെ? അത് പിന്നെ വീട്ടില് ഭക്ഷണം ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഞാൻ നാളെ കഴിച്ചോളാം. നിങ്ങൾ നിങ്ങളുടെ വയറ് നിറഞ്ഞു വരെ കഴിച്ചോളൂ. എന്റെ വയറ് അതങ്ങ് നിറഞ്ഞോളും. ഭക്ഷണത്തിന് വളരെ നന്ദിയുണ്ട് വിക്രം. ഇപ്പോൾ ഞങ്ങൾ പുറപ്പെടാനുള്ള നേരം വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നേരം വല്ലാതെ വൈകിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ ഇവിടെ താമസിച്ചോളൂ. രാജാവ് പിന്നെ ബാനു രണ്ടുപേരും വിക്രമിന്റെ വീട്ടിൽ തന്നെ താമസിച്ചു. പിന്നെ രാവിലെ വിക്രം എണീക്കുന്നതിന് മുൻപ് തന്നെ അവർ കൊട്ടാരത്തിലേക്ക് ചെന്നു ചേർന്നു. പിന്നെ അവർ സ്വന്തം രൂപം പ്രാപിച്ചു. പിന്നെ രാജാവ് അമർ സിംഗ് വിക്രമിനെ 2 ദിവസം കഴിഞ്ഞ് തന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യാനായി നിർദ്ദേശിച്ചു. വരൂ വിക്രം, വരൂ. ഞാൻ നിന്റെ കൊട്ടാരത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദിയുണ്ട് മഹാരാജാവേ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് അറിയാമോ? ഞാനും മന്ത്രിയും 2 ദിവസം മുമ്പ് നിന്നെ കാണാൻ വേണ്ടി മാറുവേഷത്തിൽ ഞങ്ങൾ വന്നിരുന്നു. നിനക്കതറിയാമോ? പിന്നെ അത് മാത്രല്ലാതെ നീ ഞങ്ങളെ കുറെ സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ നിനക്ക് പരീക്ഷ വെച്ചതാണ്. ഞാൻ നിന്നെ പറ്റി എന്തൊക്കെ കേട്ടിട്ടുണ്ടോ നീ അതേപോലെയാണ് ഉള്ളത്. ഇതാ, സ്വർണങ്ങളും ആഭരണങ്ങളും നിറഞ്ഞ ഒരു ചെറിയ സമ്മാനമാണ്. മഹാരാജാവേ, എന്നെ നല്ലവനായിട്ട് ഏറ്റതിന് വളരെ നന്ദിയുണ്ട്. പക്ഷെ ഈ സ്വർണം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ നിനക്ക് വാക്ക് തരാം. ഞാൻ നിനക്ക് തരുന്ന പോലെ എന്തുണ്ടായാലും ഞാൻ നിനക്ക് അത് തന്നേക്കാം. വളരെ നന്ദിയുണ്ട്.
ഞാൻ നിങ്ങളടുത്ത് നിന്ന് ഒരു ചെറിയ സാധനമാണ് ചോദിക്കാൻ പോകുന്നത്. എനിക്ക് ദിവസം എന്റെ വീട്ടിൽ 1 മടങ്ങ് തരുന്ന അരിയേക്കാളും 2 മടങ്ങായിട്ട് തരണം. അതായത് 1 കൈപ്പിടി അരി ആദ്യത്തെ ദിവസം, പിന്നെ 2ാമത്തെ ദിവസം 2 കൈപ്പിടി അരി, പിന്നെ 3ാമത്തെ ദിവസം 4 മടങ്ങായിട്ട് തരണം. ഇതേപോലെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കൂ. ഇതാണോ കാര്യം വിക്രം? നീ എങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഞാൻ അതുപോലെ തന്നെ തരാം. വളരെ നന്ദിയുണ്ട് മഹാരാജാവേ. വിക്രം കൊട്ടാരത്തിൽ നിന്നും തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നെ രാജാവ് അമർ സിംഗ് ബാനുവിനോട് എന്തു പറഞ്ഞെന്നാൽ, വിക്രം ഒരു നേർമയുള്ള മനുഷ്യൻ തന്നെയാണ്, പക്ഷേ മീൻ പിടിക്കുന്നവന് ബുദ്ധി കുറച്ച് കുറവാണ്. ഞാൻ അവൻ്റെ അടുത്ത് സ്വർണവും ആഭരണങ്ങളും എടുത്തിട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ അവൻ അതൊക്കെ വിട്ടിട്ട് വെറും കൈപ്പിടി അരി മാത്രം മതി എന്ന് പറയുന്നു. ഞാനും ഇത് കണ്ടിട്ട് വല്ലാതെ അത്ഭുതത്തിലാണ് ഉള്ളത് മഹാരാജാവേ. കൊട്ടാരത്തിന്റെ അരിമണ്ടിയിൽ നിന്നും ദിവസവും അരിയുടെ മടങ്ങ് 2 മടങ്ങായി വിക്രമിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങി. പിന്നെ കുറച്ചു ദിവസത്തിനകം 1 ചാക്ക്, 2 ചാക്ക്, ഏകദേശം 1 മാസത്തിനകം തന്നെ കൊട്ടാരത്തിന്റെ അരിമണ്ടിയിൽ നിന്നും ഒരുപാട് ചാക്കുകൾ വിക്രമിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങി. പിന്നെ വിക്രം എല്ലാ അരിച്ചാക്കുകളും ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പകർന്നു നൽകി. ഇത് കണ്ടിട്ട് ബാനു രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, അരിന്റെ കുറെ മൂട്ടകളൊക്കെ നമ്മൾ വിക്രമിന്റെ വീട്ടിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചില മൂട്ട അരികൾ കൊണ്ട് ഞാൻ എന്താ പാവപ്പെട്ടവനാവാൻ പോവുകയാണോ? പതുക്കെ പതുക്കെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം വിക്രമിന്റെ വീട്ടിലേക്ക് അരിച്ചാക്ക് വാങ്ങാനായി വന്നു. പിന്നെ ആ രാജ്യം മുഴുവൻ വിക്രമിന്റെ പേര് എല്ലാ സ്ഥലത്തും പുകഴ്ത്തപ്പെട്ടു. പിന്നെ ഇക്കാര്യം ബാനു രാജാവ് അമർ സിംഗിനോട് ചെന്ന് പറഞ്ഞു. മഹാരാജാവേ, മൊത്ത രാജ്യവും ഈ വിക്രമിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്മുടെ അരിമണ്ടിയിൽ തന്നെ അരി കുറകൾ എടുത്ത് ആ വിക്രം നമുക്ക് തന്നെ പ്രശ്നമായി പോവല്ലോ. ഇത് കേട്ടതും രാജാവ് അമർ സിംഗ് ഒരുപാട് വിഷമത്തിലായി. എന്നിട്ട് വിക്രമിനെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. നീ എന്താണ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം വിക്രം. നീ എന്റെ സിംഹാസനത്തിൽ ഇരിക്കണം എന്നല്ലേ നീ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ നീ എന്റെ അടുത്ത് അരി ചോദിച്ചത്. പിന്നെ മൊത്ത രാജ്യത്തിനും നീ അതാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ മഹാരാജാവേ, എനിക്ക് നിങ്ങൾ അരി കൊടുക്കുന്നത് അങ്ങ് നിർത്തിയേക്ക്. അപ്പോ അങ്ങനെ വെച്ചാൽ വേറെ എന്തെങ്കിലും എനിക്ക് നിങ്ങൾ തന്നോളൂ. ബാനു ഇത് കേട്ടിട്ട് രാജാവിന് അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കാതിൽ പറഞ്ഞു, മഹാരാജാവേ, നിങ്ങൾ അദ്ദേഹം പറയുന്നത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാക്ക് മാറുന്നത് പോലെ ആകുമത് എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് അത് രാജാവും സമ്മതിച്ചു. ശരി, നിനക്ക് അരിന് പകരം വേറെ എന്താണ് വേണ്ടത്? ഞാൻ നിനക്ക് അത് തന്നെ തരാൻ തയ്യാറാണ്. എനിക്ക് നിങ്ങൾ അരി എങ്ങനെ അതുപോലെ തന്നിട്ടുണ്ടോ അതേപോലെ അരി തരുന്നത് പോലെ തന്നെ പരിപ്പ് തന്നോളൂ. പിന്നെ അരി എങ്ങനെ വിക്രമിന് അയച്ചു കൊടുത്തോ അതുപോലെ തന്നെ കൊട്ടാരത്തിൽ നിന്നും പരിപ്പും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങി. 1 മാസത്തിനു ശേഷം വിക്രം രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി അവർക്ക് പരിപ്പ് പങ്കുവെച്ച് നൽകാൻ തുടങ്ങി. പിന്നെ രാജ്യം മൊത്തം ഇക്കാര്യം പാട്ടായി. അതുകാരണം വീണ്ടും ഒരു വട്ടം രാജാവിന് ആകെ വിഷമമായി. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭക്ഷണത്തിനും പിന്നെ അവിടെ ഒരു വഴിയില്ലാതായി പോവും. പിന്നെ നമ്മൾ എന്താ കഴിക്കുക? സ്വർണവും ആഭരണങ്ങളാണോ? മഹാരാജാവേ, എൻ്റെ അടുത്ത് ഒരു ആലോചന ഉണ്ട്. ഒരു പക്ഷേ വിക്രമിന്റെ മേലെ നമ്മൾ തെറ്റായിട്ട് പുകാർ കൊടുത്താൽ, അതായത് വിക്രം നമ്മുടെ മണ്ടിയിൽ നിന്ന് അരി മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എപ്പോൾ നമുക്ക് അവന് അരി കൊടുക്കാതെ വരുന്നു അപ്പം തൊട്ട്, അതെങ്ങനെ? അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ അവന് അരി കൊടുക്കുന്നത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിക്രമിന് മേലെ പൊയ്യായി പുകാർ കൊടുക്കാം. അതായത് അവൻ അരിശി മണ്ടിയിൽ നിന്നിട്ട് അവൻ അരി കക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ വേറെ ആരെങ്കിലും മോഷ്ടിച്ചെന്ന് നമുക്ക് സാക്ഷിയായിട്ട് വേറെ ഒരുത്തരെ പറയിപ്പിക്കാം. നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ അതിനു വേണ്ടി അവനെ നമുക്ക് ക്ഷമയും കൊടുക്കാം. പിന്നെ അവന് ദിവസം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പരിപ്പും നമുക്കത് അങ്ങ് നിർത്തിയേക്കാം. പിന്നെ അടുത്ത ദിവസം രാജാവ് വിക്രമിനെ തന്റെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. പിന്നെ അദ്ദേഹത്തിന്റെ മേലിൽ 3 അരിച്ചാക്കുകൾ മോഷ്ടിച്ചതായി പറഞ്ഞ് കുറ്റം ചുമത്തി. ഞങ്ങളുടെ അരിശി മണ്ടിയിലിരുന്നിട്ട് ഇന്നലെ രാത്രി 3 അരിമൂട്ടകൾ കാണാതെ പോയിട്ടുണ്ട്. പിന്നെ നീയാണ് അത് മോഷ്ടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞു വന്നിട്ടുണ്ട്. മഹാരാജാവേ, എനിക്ക് അരി മോഷ്ടിച്ച് എന്ത് കിട്ടാൻ പോവാണ്? പിന്നെ ഞാൻ അരിമൂട്ട മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എന്ത് ആധാരമുള്ളത്? ആധാരമുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങളുടെ അരിശി മണ്ടിയിൽ നീ രാത്രി കക്കാൻ പോയപ്പോൾ ആ സമയത്തിൽ രാജമാളികന്റെ പുറത്തുണ്ടായിരുന്ന ആ ദർബൻ നീ അരി മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് അവൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ന് വായോണ്ട് പറയുന്നത് ഞാൻ അത് കാണണം. ബാനു ദർപ്പനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. പിന്നെ ദർപ്പൻ വിക്രമിനെ കണ്ട് സ്തംഭിച്ചു പോയി.
വിക്രം നീയാണോ? നിനക്കെതിരെ ഞാൻ വന്നിട്ട് പോയി സാക്ഷി പറയണമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യത്തിന് തീരെ സമ്മതിച്ചിട്ടുണ്ടാവില്ല. എനിക്കും എന്റെ കുടുംബത്തിനും ഭക്ഷണം കഴിക്കാതെ ഇല്ലാതെ നേരത്തിൽ എനിക്ക് ദിവസവും ഭക്ഷണവും പിന്നെ കുടിക്കാൻ വെള്ളം തന്നതും വിക്രം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? രാജാവിന്റെ മന്ത്രി ഉണ്ടല്ലേ ബാനു, അദ്ദേഹം നിനക്കെതിരെ പോയി സാക്ഷി പറയണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയില്ല, അത് നീയാണെന്ന് അറിയില്ല. വിക്രം എന്നോട് ക്ഷമിക്കൂ. ഇത് കേട്ടതും രാജാവും ബാനുവും രണ്ടുപേർക്കും അവരുടെ തെറ്റ് മനസ്സിലായി. എന്നോട് ക്ഷമിക്കൂ വിക്രം. ഞാൻ എന്താ വിചാരിച്ച വെച്ചാൽ നീ എൻ്റെ അടുത്ത് അരിയും പരിപ്പൊക്കെ വാങ്ങിയിട്ട് എനിക്കെതിരെ നീ ജോലി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു പോയി. അതിലൊന്നും ഒരു കുഴപ്പമില്ല മഹാരാജാവേ. ഒരു പക്ഷേ ഞാൻ വലിയ ആളാവണമെന്ന് വിചാരിച്ചാൽ, ഇല്ലെങ്കിൽ ഒരു പണക്കാരനാവണമെന്ന് വിചാരിച്ചാൽ, അന്ന് നിങ്ങൾ എനിക്ക് സ്വർണ്ണവും ആഭരണങ്ങളൊക്കെ തന്നില്ലേ, അന്ന് തന്നെ എടുത്തിട്ട് പോയി ഞാൻ ഒരു വലിയ പൈസക്കാരനായിട്ടുണ്ടാവും. ഞാനൊരു സാധാരണ മീൻ പിടിക്കുന്നവനാണ്. ജനങ്ങളെ സഹായിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് മഹാരാജാവേ. നിങ്ങൾ എനിക്ക് തന്ന അരിയും പരിപ്പും വെച്ചിട്ട് നമ്മുടെ നഗരത്തിൽ ആരും ഇപ്പോൾ വിശപ്പോടെ കിടന്ന് ഉറങ്ങുന്നേയില്ല. സത്യം പറയുകയാണെങ്കിൽ നിന്നെപ്പോലുള്ള സത്യസന്ധനായ മീൻ പിടിക്കുന്നവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഇന്ന് ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ദാനം ചെയ്യുന്നത് അവരുടെ മനസ്സളവ് ചെയ്യുന്നതാണ്. മറ്റുള്ളവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ചോദിച്ച ഉടനെ ഓടി വന്ന് കൊടുക്കുന്നതാണ് ദാനം. രാജാവ് അമർ സിംഗ് വിക്രമിന് മന്ത്രിസ്ഥാനം നൽകാൻ തീരുമാനിച്ചു. പിന്നെ വിക്രം ഇനി മുതൽ അരിയും പരിപ്പും വാങ്ങിക്കില്ലെന്ന് കൊട്ടാരത്തിൽ പറഞ്ഞു. പിന്നെ സാഗസ് നഗരത്തിൽ ആർക്കും എപ്പോഴും യാതൊരു കുറവുമില്ലാതെ ജീവിക്കാൻ തുടങ്ങി. ഈ കഥ ആഴമുള്ള സമുദ്രത്തെക്കുറിച്ചുള്ളതാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ 2 കോളനികൾ ഉണ്ടായിരുന്നു. ഒന്ന് ഡോൾഫിന്റെ കോളനിയും രണ്ടാമത്തേത് സ്വാഡ് ഫിഷിന്റെ കോളനിയും. ഈ 2 കോളനികളിലും എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ നടന്നത് ഇതാണ്. ഒരു ചെറിയ സ്വാഡ് ഫിഷ് കളിച്ച് ഡോൾഫിൻസിന്റെ കോളനിയിൽ എത്തി. അപ്പോൾ പെട്ടെന്ന് അതിനെ കുറെ ഡോൾഫിൻസ് ചുറ്റി വളഞ്ഞു. ഹലോ, ഇങ്ങോട്ട് വരാൻ മാത്രമുള്ള ധൈര്യം നിനക്കായോ? നിനക്കിതറിയില്ലേ ഇത് ഡോൾഫിൻസിന്റെ കോളനിയാണെന്ന്? എന്താ മിണ്ടാത്തെ? നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞങ്ങൾ ഇങ്ങോട്ടങ്ങ് വരവേൽക്കുമെന്നോ? നീ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് വരാൻ പാടില്ലായിരുന്നോ? ഇത് ഡോൾഫിൻസിന്റെ കോളനിയാണ്. അത് നിനക്ക് അറിയില്ലേ? ഡോൾഫിൻസ് എല്ലാ മീനുകളെക്കാളും ഉയർന്ന നിലയിലുള്ളവരാണ്. അതെ അതെ, ഞങ്ങൾ മഹാന്മാർ തന്നെയാ. ഞങ്ങൾ ചെയ്യുന്ന വിധികളൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോൾഫിൻസിന്റെ രാജാവ് അവിടെ എത്തി. ഏറ്റവും വലിയ ഡോൾഫിനെ കണ്ടപ്പോൾ സ്വാഡ് ഫിഷ് കുഞ്ഞ് പേടിച്ചു കരഞ്ഞു. ഞാൻ അറിയാതെ ഇവിടെ വന്നത്. ദയവായി എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കൂ, പ്ലീസ്. ശരി, ഇനി നീ ഈ കോളനിയിൽ ഒരിക്കലും വരാൻ പാടില്ല. ആഹാ, ഞാൻ ഒരിക്കലും ഇവിടെ വരില്ല. രാജാവിന്റെ ആജ്ഞപ്രകാരം എല്ലാ ഡോൾഫിൻസും മൗനം പാലിച്ചു. ആ സ്വാഡ് ഫിഷ് കുഞ്ഞ് തന്റെ കോളനിയിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ആ കുഞ്ഞ് ഒരിക്കലും ഡോൾഫിൻസിന്റെ കോളനിയിലേക്ക് പോയില്ല. ഈ സംഭവം കഴിഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു ഡോൾഫിൻ കുഞ്ഞ് സ്വാഡ് ഫിഷിന്റെ കോളനിയിലേക്ക് ചെന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അതിനു ചുറ്റും സ്വാഡ് ഫിഷിന്റെ ഒരു കൂട്ടം വളഞ്ഞു. ദേ നോക്ക്, നീ തെറ്റായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. നിൽക്ക്. നിങ്ങൾ അവനെ എന്തിനാ പേടിപ്പിക്കുന്നത്? പാവം കുഞ്ഞ് പേടിച്ചു പോകും. പോകൂ മോളെ, നീ നിന്റെ കോളനിയിലാണ് ഇരിക്കേണ്ടത്. ഈ സ്ഥലം നിനക്ക് സുരക്ഷിതമല്ല. എല്ലാ സ്വാഡ് ഫിഷും ചേർന്ന് ഡോൾഫിൻ കുഞ്ഞിനെ അവരുടെ കോളനിയിലേക്ക് എത്തിച്ചു. അവിടെ ഡോൾഫിൻസിന്റെ രാജാവ് ഒരു ചെറിയ ഡോൾഫിന് സ്വാഡ് ഫിഷ് കൂട്ടത്തിലുള്ളവർ വളഞ്ഞിരിക്കുന്നത് കണ്ട് അമ്പരന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാമോ? നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വിടാനായിട്ട് വന്നതാണ്. ഈ പാവം വഴി തെറ്റി ഞങ്ങളുടെ കോളനിയിൽ വന്നുപോയി. അതുകൊണ്ടെന്താ? ഇവൻ ഒരു ഡോൾഫിൻ അല്ലേ? ഇവന് കടലിൽ എവിടെ വേണമെങ്കിലും പോകാം. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളെല്ലാം ചെറു മത്സ്യങ്ങളാണ്. അതാദ്യം മനസ്സിലാക്കണം. ഇവന് വഴി പറഞ്ഞു കൊടുക്കാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല. ഇത് വളരെ തെറ്റാണ്. അപ്പോൾ പരിതസ്ഥിതിയെ ശാന്തമാക്കാൻ സ്വാഡ് ഫിഷിന്റെ രാജാവ് പറഞ്ഞു, ശരി, നിങ്ങളുടെ ഡോൾഫിൻ കുഞ്ഞിനെ സുരക്ഷിതമായി എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. വരൂ, നമുക്ക് തിരിച്ചു പോകാം. സ്വാഡ് ഫിഷുകളെല്ലാം അവരുടെ കോളനിയിലേക്ക് പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ സമുദ്രത്തിൽ കുറച്ച് തിമിംഗലങ്ങൾ വസിക്കാനായി വന്നു. ഡോൾഫിൻസിന്റെ രാജാവ് അയാളെ കാണാൻ ചെന്നു.
നിങ്ങൾ ഞങ്ങളുടെ വിരുന്നുകാരാണ്. നിങ്ങൾക്കത് നല്ലപോലെ അറിയാം. ഈ കടലിന്മേൽ കൂടുതൽ അവകാശം ഞങ്ങൾക്കാണുള്ളത്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ വിരുന്നുകാരായിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. തിമിംഗലങ്ങളുടെ രാജാവ് ആലോചനയിൽ മുഴുകി. ഈ ഡോൾഫിനുകളെല്ലാം ഇവന്മാരാണ് വലുതെന്ന് ധരിച്ചിരിക്കുകയാണ്. നമ്മളെക്കാളും വലിയ ആൾക്കാരാണെന്നുള്ള അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത്. ഇവരെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ കിട്ടിയ അവസരമാണിത്. നാളെ ഞങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് ഉറപ്പായിട്ടും വരും. അടുത്ത ദിവസം ഡോൾഫിൻസ് തിമിംഗലങ്ങൾ വരാനായി കാത്തിരുന്നു. തിമിംഗലങ്ങൾ അവിടെ വന്നപ്പോൾ സ്വാഡ് ഫിഷുകൾ വളരെയധികം ഭയപ്പെട്ടു. എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, ഉറപ്പായിട്ടും ആ ആപത്ത് ക്ഷണിച്ചു വരുത്തിയത് ഡോൾഫിനുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അവർക്ക് സഹായം ചെയ്തേ പറ്റൂ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ അടുത്ത കോളനിയിലുള്ള ആൾക്കാരല്ലേ. വേണ്ട, അഹങ്കാരം പിടിച്ച ഡോൾഫിനുകൾക്ക് സഹായം ചെയ്യണ്ട. അല്ല, നീ പറയുന്നത് ശരിയല്ല. അവർ അഹങ്കാരികളാണെങ്കിൽ നമുക്കെന്താ? അവർ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണ്. അവർക്ക് ആപത്തുണ്ടാവുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് ശരിയല്ല. തിമിംഗലങ്ങളുടെ സംഘം ഡോൾഫിൻസിന്റെ കോളനിയിലെത്തി. വന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരമായി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കോളനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അത് മാത്രമല്ലാതെ ഈ വർഷം ഈ കടല് ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പോ ഈ കടലിലെ രാജാവ് നീയാണെന്നങ്ങ് വിചാരിച്ചിരിക്കുകയാണോ? നീ ഞങ്ങളുടെ മുന്നിൽ വെറും കൊച്ചു കുട്ടിയാ. പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഈ കടല് നിന്റെ രാജ്യമാണെന്നോ? വേണമെങ്കിൽ നിനക്ക് ഈ കോളനിയിലെ രാജാവായിക്കോ. തിമിംഗലങ്ങളുടെ രാജാവിന്റെ ആജ്ഞപ്രകാരം തിമിംഗലങ്ങളെല്ലാം ഡോൾഫിൻസിനെ ആക്രമിച്ചു. തിമിംഗലങ്ങൾ രൂപം കൊണ്ടും ശക്തി കൊണ്ടും വലുതായിരുന്നു. അതിനാൽ ധാരാളം ഡോൾഫിൻസിന് മുറിവ് പറ്റി. ഡോൾഫിൻസിന്റെ കരച്ചിൽ കേട്ടപ്പോൾ സ്വാഡ് ഫിഷുകൾ കൂട്ടത്തോടെ അവിടെ എത്തി. അവർ തിമിംഗലങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോൾഫിൻസിന്റെ രാജാവ് അവരെ വിലക്കി. വേണ്ട, ഈ വഴക്ക് നിങ്ങളെ ബാധിക്കുന്നതല്ല. ഈ വഴക്ക് ഞങ്ങൾക്കും തിമിംഗലങ്ങൾക്കും തമ്മിലുള്ളതാണ്. ഞങ്ങൾ വലിയ മീനുകളും ഉന്നതരുമാണ്. നിങ്ങളെപ്പോലുള്ള ചെറിയ മീനുകൾ ഈ വഴക്കിൽ പങ്കെടുക്കണമെന്ന യാതൊരു ആവശ്യവുമില്ല. പക്ഷെ രാജാവേ, ഈ തിമിംഗലങ്ങൾ നമ്മെ കൊല്ലും. എന്ത് സംഭവിച്ചാലും ശരി, നമ്മുടെ യുദ്ധം നമ്മൾ തന്നെ നോക്കണം. നമ്മൾ ഈ ചെറിയ മീനുകളുടെ സഹായം തേടിയാൽ പിന്നെ ഈ കടല് നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങും. അതായത് ഡോൾഫിനുകൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയില്ല എന്ന്. ഒരു കാര്യം നിങ്ങൾ നല്ലപോലെ ആലോചിക്കൂ. ഞങ്ങൾ അടുത്ത് താമസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സഹായം ചെയ്യാൻ വന്നത്, അല്ലാതെ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞത് എന്റെ അവസാന തീരുമാനമാണ്. ഞങ്ങൾക്ക് ചെറിയ മീനുകളുടെ സഹായം ആവശ്യമില്ല. നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളൂ. സ്വാഡ് ഫിഷിന്റെ നേതാവ് കൂടെയുള്ളവർക്ക് ആജ്ഞ നൽകി. ഉടനെ അവരെല്ലാവരും തങ്ങളുടെ കോളനിയിലേക്ക് തിരിച്ചുപോയി. ഇവിടെ വലിയ തിമിംഗലങ്ങൾ ഡോൾഫിൻസിനെ ആക്രമിച്ചു. ഓരോരുത്തരായി എല്ലാ ഡോൾഫിൻസിനും മുറിവ് പറ്റി. ചില ഡോൾഫിൻസ് മരിച്ചുപോയി. ഇപ്പോ ഞാനാണ് ഈ കടലിന്റെ രാജാവ്. തിമിംഗലങ്ങൾ ഡോൾഫിൻസിന്റെ കോളനി മുഴുവനും പിടിച്ചടക്കി. എന്നിട്ട് അവിടെ നിന്നും തിരിച്ചുപോയി. ഡോൾഫിൻസിന്റെ രാജാവ് മരിച്ചു. പല ഡോൾഫിൻസിനും മുറിവ് പറ്റി. ഡോൾഫിൻസിന് അവരുടെ അഹങ്കാരം വിനയായി മാറി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: അഹങ്കാരമാർക്കും ഭൂഷണമല്ല. അത് അഹങ്കാരികളായ ഡോൾഫിൻസിനായാലും അഹങ്കാരിയായ രാവണനായാലും. ഈ കഥ ആഴമുള്ള സമുദ്രത്തെക്കുറിച്ചുള്ളതാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ 2 കോളനികൾ ഉണ്ടായിരുന്നു. ഒന്ന് ഡോൾഫിന്റെ കോളനിയും രണ്ടാമത്തേത് സ്വാഡ് ഫിഷിന്റെ കോളനിയും. ഈ 2 കോളനികളിലും എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ നടന്നത് ഇതാണ്. ഒരു ചെറിയ സ്വാഡ് ഫിഷ് കളിച്ച് ഡോൾഫിൻസിന്റെ കോളനിയിൽ എത്തി. അപ്പോൾ പെട്ടെന്ന് അതിനെ കുറെ ഡോൾഫിൻസ് ചുറ്റി വളഞ്ഞു. ഹലോ, ഇങ്ങോട്ട് വരാൻ മാത്രമുള്ള ധൈര്യം നിനക്കായോ? നിനക്കിതറിയില്ലേ ഇത് ഡോൾഫിൻസിന്റെ കോളനിയാണെന്ന്? എന്താ മിണ്ടാത്തെ? നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞങ്ങൾ ഇങ്ങോട്ടങ്ങ് വരവേൽക്കുമെന്നോ? നീ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് വരാൻ പാടില്ലായിരുന്നോ? ഇത് ഡോൾഫിൻസിന്റെ കോളനിയാണ്. അത് നിനക്ക് അറിയില്ലേ? ഡോൾഫിൻസ് എല്ലാ മീനുകളെക്കാളും ഉയർന്ന നിലയിലുള്ളവരാണ്. അതെ അതെ, ഞങ്ങൾ മഹാന്മാർ തന്നെയാ. ഞങ്ങൾ ചെയ്യുന്ന വിധികളൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോൾഫിൻസിന്റെ രാജാവ് അവിടെ എത്തി. ഏറ്റവും വലിയ ഡോൾഫിനെ കണ്ടപ്പോൾ സ്വാഡ് ഫിഷ് കുഞ്ഞ് പേടിച്ചു കരഞ്ഞു. ഞാൻ അറിയാതെ ഇവിടെ വന്നത്. ദയവായി എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കൂ, പ്ലീസ്. ശരി, ഇനി നീ ഈ കോളനിയിൽ ഒരിക്കലും വരാൻ പാടില്ല. ഞാൻ ഒരിക്കലും ഇവിടെ വരില്ല. രാജാവിന്റെ ആജ്ഞപ്രകാരം എല്ലാ ഡോൾഫിൻസും മൗനം പാലിച്ചു. ആ സ്വാഡ് ഫിഷ് കുഞ്ഞ്
തന്റെ കോളനിയിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ആ കുഞ്ഞ് ഒരിക്കലും ഡോൾഫിൻസിന്റെ കോളനിയിലേക്ക് പോയില്ല. ഈ സംഭവം കഴിഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു ഡോൾഫിൻ കുഞ്ഞ് സ്വാഡ് ഫിഷിന്റെ കോളനിയിലേക്ക് ചെന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അതിനു ചുറ്റും സ്വാഡ് ഫിഷിന്റെ ഒരു കൂട്ടം വളഞ്ഞു. ദേ നോക്ക്, നീ തെറ്റായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഏയ് നിൽക്ക് നിൽക്ക്, നിങ്ങൾ അവനെ എന്തിനാ പേടിപ്പിക്കുന്നത്? പാവം കുഞ്ഞ് പേടിച്ചു പോകും. പോകൂ 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 മോളെ, നീ നിന്റെ കോളനിയിലാണ് ഇരിക്കേണ്ടത്. ഈ സ്ഥലം നിനക്ക് സുരക്ഷിതമല്ല. എല്ലാ സ്വാഡ് ഫിഷും ചേർന്ന് ഡോൾഫിൻ കുഞ്ഞിനെ അവരുടെ കോളനിയിലേക്ക് എത്തിച്ചു. അവിടെ ഡോൾഫിൻസിന്റെ രാജാവ് ഒരു ചെറിയ ഡോൾഫിന് സ്വാഡ് ഫിഷ് കൂട്ടത്തിലുള്ളവർ വളഞ്ഞിരിക്കുന്നത് കണ്ട് അമ്പരന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാമോ? നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവളെ ഇവിടെ വിടാനായിട്ട് വന്നതാണ്. ഈ പാവം വഴി തെറ്റി ഞങ്ങളുടെ കോളനിയിൽ വന്നുപോയി. അതുകൊണ്ടെന്താ? ഇവൻ ഒരു ഡോൾഫിൻ അല്ലേ? ഇവന് കടലിൽ എവിടെ വേണമെങ്കിലും പോകാം. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളെല്ലാം ചെറു മത്സ്യങ്ങളാണ്. അതാദ്യം മനസ്സിലാക്കണം. ഇവന് വഴി പറഞ്ഞു കൊടുക്കാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല. ഇത് വളരെ തെറ്റാണ്. അപ്പോൾ പരിതസ്ഥിതിയെ ശാന്തമാക്കാൻ സ്വാഡ് ഫിഷിന്റെ രാജാവ് പറഞ്ഞു, ശരി, നിങ്ങളുടെ ഡോൾഫിൻ കുഞ്ഞിനെ സുരക്ഷിതമായി എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. വരൂ, നമുക്ക് തിരിച്ചു പോകാം. സ്വാഡ് ഫിഷുകളെല്ലാം അവരുടെ കോളനിയിലേക്ക് പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ സമുദ്രത്തിൽ കുറച്ച് തിമിംഗലങ്ങൾ വസിക്കാനായി വന്നു. ഡോൾഫിൻസിന്റെ രാജാവ് അയാളെ കാണാൻ ചെന്നു. നിങ്ങൾ ഞങ്ങളുടെ വിരുന്നുകാരാണ്. നിങ്ങൾക്കത് നല്ലപോലെ അറിയാം. ഈ കടലിന്മേൽ കൂടുതൽ അവകാശം ഞങ്ങൾക്കാണുള്ളത്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ വിരുന്നുകാരായിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. തിമിംഗലങ്ങളുടെ രാജാവ് ആലോചനയിൽ മുഴുകി. ഈ ഡോൾഫിനുകളെല്ലാം ഇവന്മാരാണ് വലുതെന്ന് ധരിച്ചിരിക്കുകയാണ്. നമ്മളെക്കാളും വലിയ ആൾക്കാരാണെന്നുള്ള അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത്. ഇവരെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ കിട്ടിയ അവസരമാണിത്. നാളെ ഞങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് ഉറപ്പായിട്ടും വരും. അടുത്ത ദിവസം ഡോൾഫിൻസ് തിമിംഗലങ്ങൾ വരാനായി കാത്തിരുന്നു. തിമിംഗലങ്ങൾ അവിടെ വന്നപ്പോൾ സ്വാഡ് ഫിഷുകൾ വളരെയധികം ഭയപ്പെട്ടു. എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, ഉറപ്പായിട്ടും ആ ആപത്ത് ക്ഷണിച്ചു വരുത്തിയത് ഡോൾഫിനുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അവർക്ക് സഹായം ചെയ്തേ പറ്റൂ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ അടുത്ത കോളനിയിലുള്ള ആൾക്കാരല്ലേ. വേണ്ട, അഹങ്കാരം പിടിച്ച ഡോൾഫിനുകൾക്ക് സഹായം ചെയ്യണ്ട. അല്ല, നീ പറയുന്നത് ശരിയല്ല. അവർ അഹങ്കാരികളാണെങ്കിൽ നമുക്കെന്താ? അവർ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണ്. അവർക്ക് ആപത്തുണ്ടാവുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് ശരിയല്ല. തിമിംഗലങ്ങളുടെ സംഘം ഡോൾഫിൻസിന്റെ കോളനിയിലെത്തി. വന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരമായി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കോളനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അത് മാത്രമല്ലാതെ ഈ വർഷം ഈ കടല് ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പോ ഈ കടലിലെ രാജാവ് നീയാണെന്നങ്ങ് വിചാരിച്ചിരിക്കുകയാണോ? നീ ഞങ്ങളുടെ മുന്നിൽ വെറും കൊച്ചു കുട്ടിയാ. പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഈ കടല് നിന്റെ രാജ്യമാണെന്നോ? വേണമെങ്കിൽ നിനക്ക് ഈ കോളനിയിലെ രാജാവായിക്കോ. തിമിംഗലങ്ങളുടെ രാജാവിന്റെ ആജ്ഞപ്രകാരം തിമിംഗലങ്ങളെല്ലാം ഡോൾഫിൻസിനെ ആക്രമിച്ചു. തിമിംഗലങ്ങൾ രൂപം കൊണ്ടും ശക്തി കൊണ്ടും വലുതായിരുന്നു. അതിനാൽ ധാരാളം ഡോൾഫിൻസിന് മുറിവ് പറ്റി. സഹായിക്കണേ, സഹായിക്കണേ, ആരെങ്കിലും സഹായിക്കണേ. ഡോൾഫിൻസിന്റെ കരച്ചിൽ കേട്ടപ്പോൾ സ്വാഡ് ഫിഷുകൾ കൂട്ടത്തോടെ അവിടെ എത്തി. അവർ തിമിംഗലങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോൾഫിൻസിന്റെ രാജാവ് അവരെ വിലക്കി. വേണ്ട, ഈ വഴക്ക് നിങ്ങളെ ബാധിക്കുന്നതല്ല. ഈ വഴക്ക് ഞങ്ങൾക്കും തിമിംഗലങ്ങൾക്കും തമ്മിലുള്ളതാണ്. ഞങ്ങൾ വലിയ മീനുകളും ഉന്നതരുമാണ്. നിങ്ങളെപ്പോലുള്ള ചെറിയ മീനുകൾ ഈ വഴക്കിൽ പങ്കെടുക്കണമെന്ന യാതൊരു ആവശ്യവുമില്ല. പക്ഷെ രാജാവേ, ഈ തിമിംഗലങ്ങൾ നമ്മെ കൊല്ലും. എന്ത് സംഭവിച്ചാലും ശരി, നമ്മുടെ യുദ്ധം നമ്മൾ തന്നെ നോക്കണം. നമ്മൾ ഈ ചെറിയ മീനുകളുടെ സഹായം തേടിയാൽ പിന്നെ ഈ കടല് നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങും. അതായത് ഡോൾഫിനുകൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയില്ല എന്ന്. ഒരു കാര്യം നിങ്ങൾ നല്ലപോലെ ആലോചിക്കൂ. ഞങ്ങൾ അടുത്ത് താമസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സഹായം ചെയ്യാൻ വന്നത്, അല്ലാതെ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞതിന്റെ അവസാന തീരുമാനമാണ്. ഞങ്ങൾക്ക് ചെറിയ മീനുകളുടെ സഹായം ആവശ്യമില്ല. നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളൂ. സ്വാഡ് ഫിഷിന്റെ നേതാവ് കൂടെയുള്ളവർക്ക് ആജ്ഞ നൽകി. ഉടനെ അവരെല്ലാവരും തങ്ങളുടെ കോളനിയിലേക്ക് തിരിച്ചുപോയി. ഇവിടെ വലിയ തിമിംഗലങ്ങൾ ഡോൾഫിൻസിനെ ആക്രമിച്ചു. ഓരോരുത്തരായി എല്ലാ ഡോൾഫിൻസിനും മുറിവ് പറ്റി. ചില ഡോൾഫിൻസ് മരിച്ചുപോയി. ഇപ്പോ ഞാനാണ് ഈ കടലിന്റെ രാജാവ്. തിമിംഗലങ്ങൾ ഡോൾഫിൻസിന്റെ കോളനി മുഴുവനും പിടിച്ചടക്കി. എന്നിട്ട് അവിടെ നിന്നും തിരിച്ചുപോയി.
ഡോൾഫിൻസിന്റെ രാജാവ് മരിച്ചു. പല ഡോൾഫിൻസിനും മുറിവ് പറ്റി. ഡോൾഫിൻസിന് അവരുടെ അഹങ്കാരം വിനയായി മാറി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: അഹങ്കാരം ആർക്കും ഭൂഷണമല്ല. അത് അഹങ്കാരികളായ ഡോൾഫിൻസിനായാലും അഹങ്കാരിയായ രാവണനായാലും. വസൈ ഗ്രാമത്തില് പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, യോഗേഷ്. യോഗേഷിന്റെ വിവാഹം അവന്റെ ഗ്രാമത്തിലെ ഒരു കുട്ടി ശിവാന്തയുമായിട്ടായിരുന്നു. ശിവാന്ത ഒരു മുക്കുവൻ കുടുംബത്തിലെ ആയിരുന്നു. വിവാഹത്തിന് ശേഷം രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ശിവാന്ത യോഗേഷിന് എന്നും ടിഫിൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ട് യോഗേഷ് എന്നും അവന്റെ ഓഫീസിലേക്ക് പോകുമായിരുന്നു. ഇവരുടെ ജീവിതം നല്ല സമാധാനത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ 2 വർഷത്തിനു ശേഷം ശിവാന്തയ്ക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി. ഇവരുടെ സന്തോഷത്തിന് ഒരു അവസാനവും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം യോഗേഷ് ഒരു കത്തുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് അവന് ആ കത്തും പിടിച്ച് ഒരുപാട് കരയാൻ തുടങ്ങി. എന്ത് പറ്റി? എന്തിനാ നിങ്ങൾ കരയുന്നേ? എന്റെ ജോലി. ജോലിക്ക് എന്ത് പറ്റി? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനി ഇപ്പൊ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. സാരമില്ല, നിങ്ങൾ ഇങ്ങനെ കരയണ്ട. നിങ്ങൾക്ക് വേറെ എവിടെങ്കിലും ജോലി കിട്ടുമല്ലോ. ഇനി ഞാൻ എന്റെ കുടുംബം എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോവുക? യോഗേഷ് കൊച്ചു കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ദിവസം മുഴുവനും പണിയെടുത്ത് ശിവാന്ത വീടിന്റെ ചെലവിനെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഉറങ്ങുന്ന സമയത്ത്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്തായാലും നിങ്ങൾ വേറെ ഒരു ജോലി നോക്കുന്നില്ലേ? ഇത് മോശ സമയമാ, കുറച്ചു നാള് കഴിഞ്ഞ് മാറും. പിറ്റേ ദിവസം വെളുപ്പിന് ശിവാന്ത മീൻ മേടിക്കാൻ കടലിനക്കരെ എത്തി. അവള് മീൻകാരന്റെ അടുത്തുനിന്ന് മീന് മേടിച്ച് അവർക്ക് കുറച്ച് പൈസ കൊടുത്തു. എന്നിട്ട് അവള് തിരിച്ച് അവളുടെ ഗ്രാമത്തിലേക്ക് വന്നു. മീൻകാരി, മീൻകാരി, പുതിയ പുതിയ മീനെ വാങ്ങിച്ചോളൂ. ശിവാന്ത ഗ്രാമങ്ങളെല്ലാം കേറി ഇറങ്ങി ആ മീന് വിൽക്കാൻ നോക്കി. ഈ മീനെല്ലാം വിറ്റ് അവള് നല്ല കാശുണ്ടാക്കുമായിരുന്നു. കിട്ടിയ പൈസയിൽ നിന്നും ശിവാന്ത വീട്ടിന് ചെലവിന് വേണ്ടി കാശ് മാറ്റി വെക്കുമായിരുന്നു. പിന്നെ കുറച്ച് പൈസ സൂക്ഷിച്ച് അവള് മാറ്റി വെക്കുമായിരുന്നു. യോഗേഷും എന്നും ഒരുങ്ങി ഒരു പുതിയ ജോലിക്ക് അന്വേഷിക്കാൻ പോകുമായിരുന്നു. പക്ഷെ എന്നും ഒരു ജോലി കിട്ടാതെ തിരിച്ചു വരുമായിരുന്നു. ഒരുപാട് മാസങ്ങള് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. ശിവാന്ത എന്നും മീൻ വിൽക്കുമായിരുന്നു. മീൻകാരി, മീൻകാരി, പുതിയ പുതിയ മീനെ വാങ്ങിച്ചോളൂ. എന്നിട്ട് പിന്നെ വൈകുന്നേരം വിഷമിച്ചു വരുന്ന യോഗേഷിനെ അവള് എണ്ണ തേച്ച് തിരുമ്മി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ശിവാന്ത കണ്ടു, അവള് മാറ്റി വെച്ചിരുന്ന പൈസ വളരെ അധികം ഉണ്ടായിരുന്നു. അവള് യോഗേഷിന്റെ അടുത്ത് ചെന്ന്, അല്ല, ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാ ജോലി നോക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്യോഗം ചെയ്യാവല്ലോ. കൃഷി ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? അതിനൊക്കെ ഞാൻ എവിടെ പോവും? ശിവാന്ത മാറ്റി വെച്ചിരുന്ന കാശ് കൊണ്ടുവന്നു. ഇത് ഞാൻ മാറ്റി വെച്ചതാ. ഇതുകൊണ്ട് നിങ്ങൾക്ക് വ്യവസായം തുടങ്ങാമല്ലോ. ശിവാന്ത കൂട്ടിവെച്ചിരുന്ന കാശ് കണ്ട് യോഗേഷിന് കരച്ചില് വന്നു. എന്നിട്ട് പിന്നെ യോഗേഷ് ആ ഗ്രാമത്തില് ഒരു കട തുടങ്ങി. അതിനുശേഷം യോഗേഷിന്റെയും ശിവാന്തയുടെയും സാമ്പത്തിക സ്ഥിതി പതുക്കെ പതുക്കെ മെച്ചപ്പെടാൻ തുടങ്ങി. അതിനുശേഷം ശിവാന്ത നാട് മുഴുവനും നടന്ന് മീൻ വിൽക്കുന്ന പരിപാടിയും നിർത്തി. ഈ കഥയില് നമ്മൾ പഠിച്ചത്
പരിശ്രമിക്കുന്ന ആൾക്കാര് ഒരിക്കലും തോക്കാറില്ല എന്ന്. മിതാലി, ഇത് നോക്കുമോളെ. പാൽ നന്നായി പാട വരുന്ന രീതിയിൽ ഇങ്ങനെ നന്നായി തിളപ്പിക്കുകയാണെങ്കിൽ ശുദ്ധമായ നെയ്യ് നമുക്കുണ്ടാക്കാൻ സാധിക്കും മോളെ. ശരിയമ്മേ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മാങ്ങയെ ഇതുപോലെ നന്നായി അരിഞ്ഞ് ഉണങ്ങാനായി വെക്കണം. മനസ്സിലായോ? എന്തിനാ അമ്മേ? എന്തെന്നാൽ മാങ്ങാ കഷ്ണങ്ങളിൽ കുറച്ചെങ്കിലും ഈർപ്പമുണ്ടായിരുന്നാൽ നമ്മൾ അതിൽ മസാല ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് രുചിയേ ഉണ്ടാവില്ല. ശരി അമ്മേ, എനിക്ക് മനസ്സിലായി. ഇതുപോലെ മിതാലി അവളുടെ അമ്മൂമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. മിതാലിക്ക് പാചകം വളരെയേറെ ഇഷ്ടമായിരുന്നു. നാളുകൾ കടന്നുപോയി. ഇപ്പോൾ മിതാലി ഒരു യുവസുന്ദരിയായി മാറിയിരിക്കുന്നു. അമ്മൂമ്മ മിതാലിയെ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായ മഹേഷുമായി വിവാഹം നടത്തി. മിതാലിയും മഹേഷും വളരെ സന്തോഷത്തോടെ ജീവിച്ചുപോയി. 1 വർഷത്തിനു ശേഷം മിതാലിക്കും മഹേഷിനും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു. ആ കുട്ടികളെ അവർ അലോക്, ആദിത്യ എന്ന് വിളിച്ചു. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. മഹേഷ് തന്റെ ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം മിതാലിയുടെ അമ്മൂമ്മ മരിച്ചു. അവൾ കരഞ്ഞു കരഞ്ഞ് അവളുടെ അവസ്ഥ വളരെ മോശമായി തീർന്നു. ഇപ്പോൾ ഈ ലോകത്തിൽ മിതാലിയുടെ സ്വന്തമെന്ന് പറയാൻ 3 പേരാണുള്ളത്. മഹേഷും അവളുടെ 2 കുട്ടികളും. മിതാലി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവൾ തന്റെ ഭർത്താവിനെയും 2 കുട്ടികളെയും നന്നായി പരിപാലിച്ചു. എന്നാൽ ദൈവം മിതാലിയുടെ ജീവിതത്തിൽ സന്തോഷം കുറച്ചു മാത്രമാണ് വിധിച്ചിരുന്നത്. മഹേഷിനൊരു ആക്സിഡന്റിൽ പരിക്കേറ്റു. അങ്ങനെ അയാൾ കിടപ്പിലായിത്തീർന്നു. മിതാലി എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം വ്യസനിച്ചു. അവൾക്ക് തന്റെ കുടുംബത്തെയും കുട്ടികളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയില്ലായിരുന്നു. കുറച്ചു ദിവസത്തിനുള്ളിൽ വീട്ടിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും തീർന്നു. അവരുടെ കയ്യിൽ മരുന്ന് വാങ്ങാൻ കൂടെ പൈസയില്ലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം മഹേഷും ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹേഷിന്റെ മരണശേഷം മിതാലിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വളരെയധികം വർദ്ധിച്ചു. ആകെയുണ്ടായിരുന്ന സമ്പാദ്യം മഹേഷിന്റെ വരുമാനമായിരുന്നു. ആ വരുമാനം നിലച്ചപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിത്തീർന്നു. മിതാലി അത്രയും നാൾ ഒരു ജോലിക്കും പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നതിന് അവളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സമ്പാദിച്ചില്ലെങ്കിൽ എന്റെ 2 മക്കളും പട്ടിണി മൂലം മരിക്കേണ്ടി വരും. ഞാനിപ്പോൾ സമ്പാദിച്ചേ തീരൂ. എന്നാൽ ഞാൻ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല. എനിക്ക് വിദ്യാഭ്യാസവും ഇല്ലാതെ പോയല്ലോ. മിതാലി ഒരുപാട് ആലോചിച്ചു. അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ വളരെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ചെന്നെത്തിയത്. അച്ചാർ! ആ, എനിക്ക് അച്ചാറുണ്ടാക്കി സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ മിതാലി അച്ചാർ ഉണ്ടാക്കാൻ ആരംഭിച്ചു. അവൾ അച്ചാർ ഉണ്ടാക്കിയതിനു ശേഷം അവൾ അത് ഒരു വലിയ പാത്രത്തിൽ മാറ്റിവെച്ചു. ആ അച്ചാർ അവൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. അവൾ ചന്തയിൽ പോയി ഒച്ച വെച്ച് അച്ചാർ വിൽക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ മിതാലിയിൽ നിന്നും അച്ചാറും വാങ്ങി. സന്ധ്യാസമയമായപ്പോൾ മിതാലി തന്റെ ആദ്യ ദിവസത്തെ വരുമാനം കണ്ട് വളരെയധികം സന്തോഷിച്ചു. ആ പണം ഉപയോഗിച്ച് മിതാലി ഒരുപാട് മാങ്ങകൾ വാങ്ങി. തന്റെ 2 മക്കൾക്ക് വേണ്ടി ആഹാരത്തിനായി ഒരുപാട് സാധനങ്ങളും വാങ്ങി. അടുത്ത ദിവസം മിതാലി വീണ്ടും അച്ചാർ ഉണ്ടാക്കി. വീണ്ടും ചന്തയിൽ പോയി ആ അച്ചാർ അവൾ വിൽപ്പന നടത്തി. കുറച്ചു നാളുകൾക്കുള്ളിൽ മിതാലിയുടെ അച്ചാറിനെ കുറിച്ച് ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം മിതാലിയുടെ അച്ചാർ വാങ്ങാനായി ആളുകളുടെ വലിയൊരു ക്യൂ തന്നെയുണ്ടായി. മിതാലി അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ ആവശ്യത്തിലധികം അവൾക്ക് സമ്പാദിക്കാൻ സാധിച്ചു. അവളുടെ 2 കുട്ടികൾക്കും
അവൾ ആഗ്രഹിച്ച പോലെ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ ഒരു ജീവിതം നൽകി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മിതാലിയുടെ 2 കുഞ്ഞുങ്ങളും വളർന്നു വലുതായി. ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു വലിയ സ്കൂളിൽ പഠിക്കാനായി പോകുകയാണ്. മിതാലി അച്ചാറുണ്ടാക്കി വിറ്റ് ഒരു വലിയ വീട് പണി കഴിപ്പിച്ചു. ഇപ്പോൾ മിതാലിക്ക് ചന്തയിൽ അച്ചാറ് വിൽക്കാൻ ഒരു വലിയ കട തന്നെയുണ്ട്. ഇപ്പോൾ അച്ചാറ് മാത്രമല്ല, അതോടൊപ്പം ഒരുപാട് സാധനങ്ങളും ആ കടയിൽ അവൾ വിൽക്കാൻ തുടങ്ങി. മിതാലി തന്റെ സഹായത്തിനായി ഒരുപാട് യുവതികളെയും ചേർക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പാവപ്പെട്ട ഒരുപാട് യുവതികൾക്കും ജോലി ലഭിച്ചു. അവരുടെ ജീവിതവും സന്തോഷപൂർണമായി തീർന്നു. മിതാലിക്ക് ദിവസം തോറും വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മിതാലി തന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ പുതിയ ടെക്നിക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അവളുടെ ചെറിയ വ്യാപാരം ഇപ്പോൾ ഒരു വലിയ ഫാക്ടറിയായി മാറിയിരിക്കുന്നു. അവൾക്ക് സ്വന്തമായുണ്ടായിരുന്ന ആ ചെറിയ കട ഇപ്പോൾ വലിയൊരു കമ്പനിയായി തീർന്നിരിക്കുന്നു. മിതാലി വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ അവളോട് ചോദിച്ചപ്പോൾ, സാധാരണ ഒരു അച്ചാർ വിറ്റ് നിങ്ങൾ ഇത്ര വലിയൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. മാഡം, ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കുമോ? ആവശ്യം. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ആവശ്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അച്ചാറും ഉണ്ടാക്കില്ലായിരുന്നു. ഇത്രയധികം വരുമാനവും എനിക്കുണ്ടാകില്ലായിരുന്നു. മിതാലി മാഡം, നിങ്ങളുടെ ഈ പരിശ്രമത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. നിങ്ങളുടെ ഈ കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയ കമ്പനിയായി തീരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സോ മാഡം, നിങ്ങളുടെ ഈ വിജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ആർക്കും ഈ വിജയം സാധ്യമാണ്.